ഹായ് ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫൈനാൻഷ്യൽ അസറ്റ് ഹോൾഡ് ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ റിട്ടേൺ ഈസ് കമ്പോസ്ഡ് ഓഫ് അതിന്റെ പീരിയോഡിക് ഇൻകവും അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസും ആണെന്ന് നമ്മൾ കണ്ടു. പിന്നെ ഈ ലേണിംഗ് മൊഡ്യൂൾ ഇല്ലെങ്കിലും നമ്മൾ ഡിഫൈൻ കോൺട്രിബ്യൂഷൻ പ്ലാൻ എന്താണെന്നും ഡിഫൈൻ ബെനിഫിറ്റ് പ്ലാൻ എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് റിട്ടേൺസ് ഓഫ് എ ഫൈനാൻഷ്യൽ അസറ്റിലേക്ക് കടക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞു ഒരു ഫൈനാൻഷ്യൽ അസറ്റിന്റെ അട്രാക്റ്റീവ്നെസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ റിട്ടേണും റിസ്കും ഒരുമിച്ച് അനലൈസ് ചെയ്തിട്ടാണ്. അപ്പം റിട്ടേൺസ് ഓഫ് എ ഫൈനാൻഷ്യൽ അസറ്റ് എങ്ങനെയൊക്കെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മളൊന്ന് റിവൈസ് ചെയ്യാം. ഒരു ഫൈനാൻഷ്യൽ അസറ്റിന്റെ ടോട്ടൽ റിട്ടേൺ കൺസിസ്റ്റ് ഓഫ് ഇൻകം, പീരിയോഡിക് ഇൻകം ആസ് വെൽ ആസ് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ്. ഇനി ഇൻകം ഈൽഡ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈൽഡിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പീരിയോഡിക് ഇൻകം എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി അസറ്റ്. നിങ്ങൾ എത്ര രൂപയ്ക്ക് ഒരു ഫൈനാൻഷ്യൽ അസറ്റ് മേടിച്ചു എന്നത് വാലിഡ് അല്ല. ഇപ്പോൾ ആ ഫൈനാൻഷ്യൽ അസറ്റിന്റെ മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പീരിയോഡിക് ഇൻകം പെർസെൻറ്റേജ് ആക്കി റെപ്രസെന്റ് ചെയ്താൽ അതിന്റെ പേരാണ് ഈൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റോക്കിന്റെ കാര്യത്തിലാണെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുമ്പോൾ ആനുവൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ദ കറണ്ട് ഷെയർ പ്രൈസ്. നിങ്ങൾ 100 രൂപയ്ക്ക് മേടിച്ചിരിക്കാം, 200 രൂപയ്ക്ക് മേടിച്ചിരിക്കാം, പക്ഷെ അതൊന്നും കാര്യമില്ല. ഡിവിഡൻഡ് എത്ര രൂപയാണോ ഡിവിഡൻഡ് കിട്ടുന്നത് അത് ഡിവൈഡഡ് ബൈ കറണ്ട് ഷെയർ പ്രൈസ് ആണ് ഡിവിഡൻഡ് ഈൽഡ്. അതേപോലെ ബോണ്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇൻട്രസ്റ്റ് ആണ് അതിന്റെ പീരിയോഡിക് ഇൻകം. അപ്പം കറണ്ട് ഈൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനുവൽ കൂപ്പൺ പേയ്മെന്റ് ഡിവൈഡഡ് ബൈ ദി കറണ്ട് ബോണ്ട് പ്രൈസ്. കറണ്ട് ബോണ്ട് പ്രൈസിന്റെ മുകളിൽ കൂപ്പൺ പേയ്മെന്റ് എത്ര ശതമാനമാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് കറണ്ട് ഈൽഡ് എന്ന് പറയുന്നത്. ബോണ്ടിന്റെ കേസിൽ കറണ്ട് ഈൽഡ് കൂടാതെ ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ടേമും കൂടെ ഉണ്ട്. അത് ഞാൻ ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോസിൽ പറയാം. എന്നാലും തൽക്കാലം നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കുക. ഈൽഡ് എന്ന് വെച്ചാൽ ഇൻകം, periodic income expressed as a percentage of current market price. Okay, അപ്പം ഫസ്റ്റ് റിട്ടേൺസ് ഓഫ് എ ഫൈനാൻഷ്യൽ അസറ്റിൽ ഫസ്റ്റ് വരുന്നതാണ് എങ്ങനെ ഒരു ഫൈനാൻഷ്യൽ അസറ്റിന്റെ റിട്ടേൺ കണ്ടുപിടിക്കാം എന്നതിന്റെ ഫസ്റ്റ് ആണ് ഹോൾഡിംഗ് പീരീഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഹോൾഡിംഗ് പീരീഡ് റിട്ടേൺ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. അതായത് നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ അസറ്റ് മേടിച്ച് നിങ്ങൾ എത്ര നാള് കഴിഞ്ഞാണ് അത് വിൽക്കുന്നത് എന്ന് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ മേടിച്ച സമയത്തുള്ള പ്രൈസും വിറ്റ സമയത്തുള്ള പ്രൈസും ഇത് നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഇരുന്ന സമയത്ത് അതിൽ നിന്ന് ജനറേറ്റ് ആയിട്ടുള്ള പീരിയോഡിക് ഇൻകവും എല്ലാം ചേർന്ന് വരുന്നതിനെയാണ് ഹോൾഡിംഗ് പീരീഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ഇവിടെ സമയം ഒരു ബാധകമല്ല. നിങ്ങൾ ഒരു ദിവസം ഹോൾഡ് ചെയ്തിരിക്കാം, ഒരാഴ്ച ഹോൾഡ് ചെയ്തേക്കാം, 10 വർഷം ഹോൾഡ് ചെയ്തേക്കാം. നൺദലെസ് നിങ്ങൾ വാങ്ങുന്ന ഇടം തൊട്ട് വിൽക്കുന്ന ഇടം വരെ എത്ര രൂപ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ആയി, എത്ര രൂപ നിങ്ങൾക്ക് അതിൽ നിന്ന് റിട്ടേൺ ജനറേറ്റ് ആയി എന്നുള്ളതാണ് ഹോൾഡിംഗ് പീരീഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് സെല്ലിംഗ് പ്രൈസ് മൈനസ് ബൈയിങ് പ്രൈസ് പ്ലസ് പീരിയോഡിക് ഇൻകം ഡിവൈഡഡ് ബൈ ബൈയിങ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഹോൾഡിംഗ് പീരീഡ് റിട്ടേൺ എന്ന് വെച്ചാൽ ഇവിടെ ടൈം ബാധകമല്ല. നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം അതിന്റെ റിട്ടേൺ എത്രയാണ് എന്നുള്ളതാണ്. അപ്പം ഇതിന് ഹ്യൂജ് റിട്ടേൺസ് വരാം. നിങ്ങൾ ഒരു വർഷം ഒരു സമയത്ത് മേടിച്ച് ഒരു 10-20 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതെങ്കിൽ അതിന് ഹ്യൂജ് റിട്ടേൺസ് കിട്ടും. അതേപോലെ സേ 100%, 200%, 300% റിട്ടേൺസ് കിട്ടും. സോ ഹോൾഡിംഗ് പീരീഡ് റിട്ടേൺസിന് ഹ്യൂജ് വാല്യൂസ് പൊതുവെ വരാറുണ്ട്. അപ്പം അതാണ് ഹോൾഡിംഗ് പീരീഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഹോൾഡിംഗ് പീരീഡ് റിട്ടേൺ when annual returns of multiple years are given. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് മേടിച്ചു എന്ന് വെച്ചേക്കുക. നിങ്ങൾ ജനുവരി 1-ാം തീയതി ഒരു റിലയൻസിന്റെ സ്റ്റോക്ക് നിങ്ങൾ മേടിച്ചു എന്ന് വെച്ചിരിക്കുക. ഒരു വർഷം സേ 2020. അതിന്റെ ഡിസംബർ 31 വരെ ആകുമ്പോഴത്തേക്കിനും ഈ റിലയൻസിന്റെ സ്റ്റോക്ക് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ടാവും. സേ അത് ഇപ്പം എത്രയാണ് വരുന്നത്, നമുക്കൊരു 10% നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ, ഇത് ഒരു വർഷത്തെ ആ ഇൻഡിവിജ്വൽ സ്റ്റോക്കിന്റെ ഇൻഡിവിജ്വൽ റിലയൻസിന്റെ റിട്ടേൺസ് ആണ്. ഇതേപോലെ ഓരോ വർഷവും, ഇത് 2020 ആണ്, ഇതേപോലെ 2021 എന്ന് പറയുന്ന കലണ്ടർ ഇയറിൽ റിലയൻസ് ചിലപ്പം ഒരു 5% റിട്ടേൺ തന്നിരുന്നുണ്ടാവാം. 2022
മേ ബി -3% തരുന്നുണ്ടാവും. അതായത് ഓരോ വർഷത്തെയും ഇൻഡിവിജ്വൽ റിട്ടേൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഫൈനാൻഷ്യൽ അസറ്റ് ഇസ് നോൺ ടു അസ്. നമ്മൾ 2020 ജനുവരി 1-ാം തീയതി ഒരു സ്റ്റോക്ക് മേടിച്ച് 2022 ഡിസംബർ 31 നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻഡിവിജ്വൽ റിട്ടേൺസ് നമുക്ക് അറിയാമെങ്കിൽ, ഇൻഡിവിജ്വൽ ഇയേഴ്സിലെ റിട്ടേൺസ് നമുക്ക് അറിയാമെങ്കിൽ നമ്മളുടെ ടോട്ടൽ ഹോൾഡിംഗ് പീരിയഡ് റിട്ടേൺസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇയർ 1ന്റെ റിട്ടേൺ R1, ഇയർ 2ന്റെ R2, ഇയർ 3ന്റെ R3. സോ ഹോൾഡിംഗ് പീരിയഡ് റിട്ടേൺ ആണെങ്കിൽ 1 + R1 × 1 + R2 × 1 + R3 പ്ലസ് അങ്ങനെ പോയി മൈനസ് ഒരു 1 കൂടെ ഉണ്ട്. ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പവർ ടേംസ് ഒന്നുമില്ല, ഇവിടെ എം ടി ആണ്, ഇവിടെ റേസ് ടു ഒന്നുമില്ല. ഞാൻ എന്തുകൊണ്ട് ഈ പോയിന്റ് പറയുന്നു എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ജോമെട്രിക് മീൻ എന്ന് പറയുന്ന ഒരു റിട്ടേൺ മെഷർ പഠിക്കും. അവിടെ ഈ സെയിം ഇക്വേഷന്റെ കൂടെ ഒരു പവർ ടേം കൂടെ വരും. സോ അതാണ് ഹോൾഡിംഗ് പീരിയഡ് റിട്ടേൺ വെൻ ആനുവൽ റിട്ടേൺസ് ഓഫ് മൾട്ടിപ്പിൾ ഇയേഴ്സ് ആർ ഗിവൺ. ഇനി അടുത്ത് നമുക്ക് മൾട്ടി പീരിയഡ് റിട്ടേൺസ് ഉണ്ട്. അതായത് ആസ് ദ നെയിം സജസ്റ്റ് ഓരോ വർഷവും ഓരോ റിട്ടേൺസ് തരുന്നുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് പെർ ഇയർ എത്രയായിരിക്കും അതിന്റെ റിട്ടേൺസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി പീരിയഡ് റിട്ടേൺ മെഷേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് അരിത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ റിട്ടേൺ എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് വേ ടു കാൽക്കുലേറ്റ് ദ റിട്ടേൺ അക്രോസ് മൾട്ടിപ്പിൾ ഹോൾഡിംഗ് പീരീഡ്സ്. ഞാൻ പറഞ്ഞു ആദ്യത്തെ വർഷം 5% റിട്ടേൺസ്, രണ്ടാമത്തെ വർഷം 7%, മൂന്നാമത്തെ വർഷം -1% റിട്ടേൺസ് എങ്കിൽ ഇതിനെ എല്ലാം സിംപിളി ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അരിത്തമാറ്റിക് അല്ലെങ്കിൽ മീൻ റിട്ടേൺസ് കിട്ടും. നമ്മുടെ കൊച്ചുനാൾ മുതലേ ആവറേജിങ് നമ്മൾ പഠിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ അരിത്തമാറ്റിക്കലി മീൻ റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ബേസിക് അസംപ്ഷൻ എന്തുവാന്ന് ചോദിച്ചാൽ അരിത്തമാറ്റിക് റിട്ടേൺ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ we assume that each year we take out the income generated from the investment in that year. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ബാങ്കിൽ 1 ലക്ഷം രൂപ FD ആയിട്ട് ഒരു ജനുവരി 1-ാം തീയതി ഇട്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, ആ ബാങ്ക് നമുക്ക് 10% ഇൻട്രസ്റ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. അതായത് ഒരു വർഷം 10% ഓഫ് ദി 1 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് 10K rupees പെർ ഇയർ കിട്ടും. അപ്പം ജനുവരി 1-ാം തീയതി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഡിസംബർ 31-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ 10K നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് വീഴും. അരിത്തമാറ്റിക് മീൻ എന്താണ് അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡിസംബർ 31-ാം തീയതി ഇത് വന്ന് വീഴുന്ന ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ഈ 10K നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യും. അതായത് അടുത്ത വർഷത്തെ ജനുവരി 1 തുടങ്ങുമ്പോഴും നിങ്ങളുടെ ബാങ്കിനകത്ത് ഈ പറഞ്ഞ 1 ലക്ഷം രൂപയാണ് ബാലൻസ് കാണിക്കുന്നത്. എന്നിട്ട് അടുത്ത വർഷം എത്രയാണോ റിട്ടേൺസ് തരുന്നത് 10 വർഷം, അടുത്ത വർഷം 10%, ആ വർഷത്തെ ഡിസംബർ 31-ാം തീയതി 10K വരുന്നു. പിന്നെയും നിങ്ങൾ ആ 10K വെളിയിലെടുക്കുന്നു, എന്നിട്ട് പിന്നെയും 1 ലക്ഷം ആവുന്നു, അങ്ങനെ പോകുന്നു. അപ്പൊ ഇതാണ് അരിത്തമാറ്റിക് മീനിൽ സംഭവിക്കുന്നതെന്ന് ഇവരെ അസ്യൂം ചെയ്യുന്നു. പക്ഷെ പല കേസസിലും നമ്മൾ ഈ 10K അതായത് ഡിസംബർ 31-ാം തീയതി ജനറേറ്റ് ചെയ്യുന്ന 10K നമ്മൾ വെളിയിൽ എടുക്കാറില്ല പൊതുവെ, അത് അവിടെ തന്നെ കിടക്കാറുണ്ട്. അപ്പം അടുത്ത വർഷം തുടങ്ങുന്നത് 1 lakhന് പകരം 1,10,000 വെച്ചിട്ടായിരിക്കും ആ വർഷം തുടങ്ങുന്നത്. അപ്പം ആ വർഷത്തെ റിട്ടേൺസ് 10% ഈ 1,10,000ന്റെ റിട്ടേൺസ് ആണ് തരാൻ പോകുന്നത്. അതായത് 10,000ന് പകരം നമുക്കിനി 11,000 rupees ആയിരിക്കും ആ വർഷം കിട്ടാൻ പോകുന്നത്. ഇതേ സംഗതി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എടുക്കുകയെന്ന് വെച്ചോളൂ. നമുക്ക് ഒരു നോൺ ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്ക്, അതായത് ഒരു സ്റ്റോക്കിൽ ഒരു ഷെയർ ഞാൻ മേടിച്ചു, പക്ഷെ അത് ഡിവിഡൻഡ് ഒന്നും പേ ചെയ്യുന്നില്ല. അതായത് ഒരു ജനുവരി 1-ാം തീയതി ഞാൻ 100 രൂപയുടെ ഒരു സ്റ്റോക്ക് മേടിച്ചാൽ അത് ആ വർഷം 15% പെർഫോം ചെയ്തെന്ന് വയ്ക്കും. അതായത് ഡിസംബർ 31-ാം തീയതി ആകുമ്പോഴത്തേക്കിനും നമുക്ക് ആ സ്റ്റോക്ക് 115 രൂപ ആയിട്ടുണ്ട്. ആ സ്റ്റോക്ക് 115 രൂപ ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ FD പോലെ എല്ലാ വർഷവും 10K നമ്മൾ വിഡ്രോ ചെയ്യുന്ന പോലെ ഒരു സ്റ്റോക്ക് പ്രൈസ് വലുതായെന്നും പറഞ്ഞ് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വിഡ്രോ ചെയ്ത് തിരിച്ച് 100 രൂപ ആക്കാനുള്ള ഒരു വഴിയില്ല. അതായത് അടുത്ത വർഷം തുടങ്ങുമ്പോൾ അതിന്റെ ബേസ് എമൗണ്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി
നമ്മുടെ ഈ 115 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ എന്തുവാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ വർഷം ജനറേറ്റ് ചെയ്യുന്ന ഇൻകം, പീരിയോഡിക് ഇൻകം അടുത്ത വർഷം തുടങ്ങുമ്പം റീഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതായത് റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻകം ടേക്സ് പ്ലേസ്. ഈ സംഗതി നടക്കുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ടിങ് നടക്കുമ്പോഴും അല്ലെങ്കിൽ ആ റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻകം ചെയ്യുമ്പോഴും റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻകം ചെയ്യാത്തപ്പോഴും നമുക്ക് കിട്ടുന്ന റിട്ടേൺസിൽ ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ടൈം കൂടുന്നതനുസരിച്ച് ആ ഡിഫറൻസ് കൂടി പോകും. ഓക്കെ, സോ ഇതിനെയാണ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻകം. നമുക്ക് ഒരു വർഷം ജനറേറ്റ് ചെയ്യുന്ന ഇൻകം നമ്മൾ വിഡ്രോ ചെയ്യാതെ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഓവർ ആൻഡ് എബോവ് ദി ബേസ് എമൗണ്ട് നമുക്കൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യും. സോ ഈ ഒരു ഇമേജ് ഉണ്ട്, ഇത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത്, ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, ഇത് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് കോമ്പൗണ്ടിങ്ങിന്റെ ബ്യൂട്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എല്ലാ വർഷവും വിഡ്രോ ചെയ്യുന്നാൽ, ഇൻകം വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻകം വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കോമ്പൗണ്ടിങ് ടേക്സ് പ്ലേസ് അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻകം ടേക്സ് പ്ലേസ് എന്ന് പറയുന്നത്. ഇനി ഈ റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻകം ടേക്സ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അരിത്തമാറ്റിക് മീൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മൾ ജോമെട്രിക് മീൻ റിട്ടേൺ ഉപയോഗിക്കുന്നത്. ജോമെട്രിക് മീൻ is used for a more accurate representation of growth in the portfolio value over a given time period than in the arithmetic mean of return. അപ്പം ജോമെട്രിക് മീൻ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഹോൾഡിംഗ് പീരീഡ് റിട്ടേണിന്റെ സെയിം ഇക്വേഷൻ ആണ്, എക്സെപ്റ്റ് ദാറ്റ് ഇവിടെ ഒരു പവർ ടേമും കൂടെ വരും, 1 / number of periods that you are holding that particular financial asset അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ജോമെട്രിക് മീനിന്റെയും ഹാർമോണിക് ഹോൾഡിംഗ് പീരീഡ് റിട്ടേണിന്റെയും റിട്ടേൺസ് ഫോർമുല തെറ്റാതെ നോക്കിക്കോളൂ, കാരണം ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ കുറച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് പോയിന്റ് അറിഞ്ഞിരിക്കണം. ഓവർ വൺ പീരീഡ് ഹൊറൈസൺ ഓൾവേസ് യൂസ് അരിത്തമാറ്റിക് മീൻ ടു ഫൈൻഡ് ആവറേജ് റിട്ടേൺ. അതായത് നിങ്ങൾ ജനുവരി 1-ാം തീയതി ഇൻവെസ്റ്റ് ചെയ്ത് ഡിസംബർ 31-ാം തീയതി നിങ്ങൾ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള 1 പീരീഡ് ഹൊറൈസണിലേക്ക് നിങ്ങൾ അരിത്തമാറ്റിക് മീൻ ഉപയോഗിക്കുന്നതായിരിക്കും ആവറേജ് റിട്ടേൺ നല്ലത്. ഇനി മോർ ദാൻ 1 പീരീഡ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ജോമെട്രിക് മീൻ ആയിരിക്കും കൂടുതൽ അക്യുറേറ്റ്. പിന്നെ അരിത്തമാറ്റിക്, ഏതൊരു അരിത്തമാറ്റിക് മീനും ജോമെട്രിക് മീനിനേക്കാൾ വലുതായിരിക്കും. അതായത് ഓരോ വർഷവും ഞാൻ പറഞ്ഞു 7%, 5%, -3% ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അതിന്റെ റിട്ടേൺസ് വെച്ച് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്താൽ അത് വലുതായിരിക്കും വെൻ കമ്പയർഡ് ടു ജോമെട്രിക് മീൻ. ഇനി ഈ ഓരോ വർഷം ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ ഈക്വൽ ആണെന്ന് വെച്ചോളൂ, സേ 5% ഫസ്റ്റ് ഇയർ, 5% സെക്കൻഡ് ഇയർ, 5% തേർഡ് ഇയർ. അങ്ങനെയാണെങ്കിൽ when the holding period returns are equal, arithmetic mean is equal to the geometric mean. As the returns over multiple holding period shows considerable volatility, അതായത് ഓരോ വർഷവും ഉള്ള റിട്ടേൺസ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഇയറിൽ 1%, സെക്കൻഡ് ഇയറിൽ 21%, തേർഡ് ഇയറിൽ -14%, അങ്ങനെയൊക്കെ ആണെങ്കിൽ അരിത്തമാറ്റിക് മീനിന്റെയും ജോമെട്രിക് മീനിന്റെയും ഡിഫറൻസും കൂടുതലായിരിക്കും. ഇനി ജോമെട്രിക് മീനിന്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഐഡന്റിഫൈയിങ് ദ എൻഡിങ് വാല്യൂ അഥവാ ടെർമിനൽ വാല്യൂ എന്ന് പറയും. അപ്പം ഇത് എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ടെർമിനൽ വാല്യൂ. നിങ്ങൾ ഒരു വർഷം ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിനെ മറന്നുപോയി എന്ന് വിചാരിക്കുക, അവിടെ ഇൻവെസ്റ്റ്മെന്റ് കടന്നത് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോധോദയം ഉണ്ടായി, ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ അതിപ്പോ എത്ര വാല്യൂ ആയി കാണും എന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പൊ നിങ്ങൾ നെറ്റ് തപ്പിയപ്പം ആ സ്റ്റോക്ക് 10 വർഷം കൊണ്ട് ഇത്രയും റിട്ടേൺസ് ജനറേറ്റ്, അല്ലെങ്കിൽ അതാണ് 10 വർഷം കൊണ്ട് ഇത്രയും റിട്ടേൺസ് തന്നു എന്ന് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് മനസ്സിലായി. അത് ജോമെട്രിക് മീൻ ആണ് ബേസിക്കലി. ഈ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ജോമെട്രിക് മീൻസ് 10% ആണെന്ന് വെച്ചോളൂ. അപ്പം നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്ത 100 രൂപ ഇൻറ്റു 1 + 10% ചെയ്താൽ നിങ്ങളുടെ ടെർമിനൽ വാല്യൂ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഇനി അടുത്ത റിട്ടേൺ മെഷർ ആണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി എന്തിനു ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷനിൽ ഔട്ട്ലയേഴ്സ് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഹാർമോണിക് മീൻ റിട്ടേൺ ഉപയോഗിച്ചാൽ ആ ഓരോ ഔട്ട്ലയറിന്റെയും സിഗ്നിഫിക്കൻസ് കുറയ്ക്കാൻ പറ്റും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി magnitude of each of the observation. So if returns of different holding periods are 1%, 2%, 3%, 50%, then clearly 50% is an outlier and therefore less importance will be given to that 50%. Harmonic mean usually ഉപയോഗിക്കുന്നത് റേറ്റ്സും റേഷ്യോസിലൊക്കെയാണ്. ഇപ്പം റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വർഷം ഇത്ര ശതമാനം റിട്ടേൺ തരുന്നു അങ്ങനെയുള്ളത്. പിന്നെ റേഷ്യോ, ഈ പി റേഷ്യോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അറ്റ്ലീസ്റ്റ് കേൾക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ, പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ. അപ്പൊ അവിടെ ഉള്ള സിറ്റുവേഷനിലാണ് ഹാർമോണിക് മീൻ ഉപയോഗിക്കുന്നത്. ദ ടെക്സ്റ്റ് ബുക്ക് ഫോർമുല ഓഫ് ഫൈൻഡിങ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ 1 by observation 1 plus 1 by observation 2 plus 1 by observation 3 അങ്ങനെ പോകും. ഇനി ഹാർമോണിക് മീനിനെ ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു എക്സാമ്പിൾ വഴിയിട്ടാണ്. എവിടെയാണ് ഹാർമോണിക് മീൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഈ ടേം പഠിച്ചു നോക്കുക, കോസ്റ്റ് ആവറേജിംഗ്. നമ്മൾ ഒരു SIP യിൽ, നിങ്ങൾ പലരും SIP യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ കോസ്റ്റ് ആവറേജിംഗ് ഈസ് എ പ്രോസസ് വെർ യു ഇൻവെസ്റ്റ് എ ഫിക്സഡ് എമൗണ്ട് റെഗുലർലി ലൈക്ക് ആൻ SIP so that the average price per share remains lower when compared to investing in a lump sum. അതായത് എല്ലാ മാസവും നിങ്ങൾ ഒരു 5000 രൂപ SIP യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് വിചാരിക്കുക. അപ്പം ഈ SIP യിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ബേസിക്കലി ഒരു ഫണ്ട് മാനേജർ ബാക്ക് എൻഡിൽ ഇരുന്ന് സ്റ്റോക്ക് മേടിക്കുവാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ വെച്ച്. ഇപ്പൊ അസ്യൂം ചെയ്യുക ആ ഫണ്ട് മാനേജർ ഒരു സ്റ്റോക്ക് മാത്രമേ മേടിക്കുന്നുള്ളൂ, ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മാത്രമേ മേടിക്കുന്നുള്ളൂ. അപ്പം ഏത് മാസമാണോ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് 50 രൂപയായിട്ടുള്ളത്, അപ്പോൾ നിങ്ങളുടെ 5000 രൂപ വെച്ച് നിങ്ങൾക്ക് 100 ഷെയർ മേടിക്കാൻ പറ്റും അല്ലെ. 100 × 50 ഷെയർ ആകുമ്പോഴാണ് 5000 രൂപയാവുന്നത്. ഇനി അടുത്ത മാസത്തെ 5000 രൂപ നിങ്ങൾ കൊടുക്കുമ്പം അതിന്റെ ഷെയർ പ്രൈസ് 40 രൂപയാണെന്ന് വെച്ചോളൂ. അതായത് ഷെയർ പ്രൈസ് കുറഞ്ഞു. അപ്പം നിങ്ങൾക്ക് 125 ഷെയർ മേടിക്കാൻ പറ്റി. അതായത് ഇൻ ടോട്ടൽ നിങ്ങൾക്ക് 10,000 ഷെയർ വെച്ചിട്ട് 225 ഷെയർസ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റി. ഇതിന്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നതോ 10,000 ഡിവൈഡഡ് ബൈ 225, അതായത് 44.4. അതായത് നിങ്ങൾ മൊത്തത്തിൽ, അതായത് പ്രൈസ് കൂടിയോ കുറഞ്ഞോ എന്നൊന്നുമില്ല, 50 രൂപയായിരിക്കും നിങ്ങൾ ഷെയർ മേടിച്ചിരുന്നു, 40 രൂപയായിരുന്നപ്പോൾ നിങ്ങൾ ഷെയർ മേടിച്ചിരുന്നു, സച്ച് ദാറ്റ് നിങ്ങളുടെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് പെർ ഷെയർ എന്ന് പറയുന്നത് ഒരു ആവറേജ് ആയിട്ട് 40ന്റെയും 50ന്റെയും ഇടയിൽ ഒരു വാല്യൂ ആയിട്ട് കിട്ടി. ഇനി സേ നിങ്ങൾ ലംസം ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 50 രൂപയുള്ള സമയത്ത് മേടിച്ചാൽ പിന്നീട് അത് 40 രൂപയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ലോസ് സംഭവിക്കും, അല്ലെങ്കിൽ ടൈമിംഗ് ഓഫ് ദ മാർക്കറ്റ് നിങ്ങൾക്ക് തെറ്റും. ഇനി ഈ 44.4 എന്ന് പറയുന്ന സെയിം ആൻസർ നമുക്ക് ഹാർമോണിക് മീൻ ഇക്വേഷൻ വഴിയും നമുക്ക് കിട്ടും. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, 2 ഡിവൈഡഡ് ബൈ 1 ബൈ ഫസ്റ്റ് ഷെയർ പ്രൈസ് 50, then 1 by 40 സെക്കൻഡ് ഷെയർ പ്രൈസ്. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് 44.4 എന്ന് കിട്ടും. Investing a fixed amount regularly reduces the average cost per share. It smoothens out the impact of market volatility over time. അതായത് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എല്ലാ മാസവും നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യുവർ കോസ്റ്റ് വിൽ ഓൾവേസ് ബി ലോവർ ദാൻ ഇൻവെസ്റ്റിംഗ് ഇൻ എ ലംസം. ഇനി അഗെയിൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് പോയിന്റ് അറിഞ്ഞിരിക്കണം. അരിത്തമാറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് ജോമെട്രിക് മീനിന്റെ ഹോൾ സ്ക്വയർഡ് ആണ്. Always arithmetic mean is greater than geometric mean is always greater than harmonic mean. എല്ലാ ഒബ്സർവേഷനും എല്ലാ വർഷത്തെയും റിട്ടേൺസ് സെയിം ആണ്. ഫസ്റ്റ് ഇയറിലും 5%, സെക്കൻഡ് ഇയറിലും 5%, തേർഡ് ഇയറിലും 5% ആണെങ്കിൽ arithmetic mean is equal to geometric mean is equal to harmonic mean. വേറൊരു കാര്യം എന്ന് വെച്ചാൽ harmonic mean is only applicable for non-negative numbers. In case ഒരു നെഗറ്റീവ് ഒബ്സർവേഷൻ വന്നാൽ, ഇപ്പം സേ -5% എന്ന് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഒബ്സർവേഷൻ വാല്യൂസിലും, ഓൺലി നെഗറ്റീവ് മാത്രമല്ല, ആ ഒബ്സർവേഷൻ ഉള്ള എല്ലാ വാല്യൂസിലും നിങ്ങൾ
1 പ്ലസ് -5% ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം നമ്മുടെ നോർമൽ ഹാർമോണിക് മീൻ ഇക്വേഷനിൽ ഇട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് അവസാനത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഒരു -1 അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഇന്നടുത്ത എക്സെല്ലില് അരിത്തമാറ്റിക് മീനിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ജോമെട്രിക് മീനിന് വേറെ ഒരു ഫോർമുല ഉണ്ട്, ഹാർമോണിക് മീനിനും വേറെ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സലിന് ആസ് എ ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, നിങ്ങൾ ഈ എക്സൽ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. എക്സലിലാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ് ഇരിക്കുന്നത്. അടുത്തത് ട്രിം മീനും വിൻസറൈസ് മീൻ. ഔട്ട്ലയറിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതായത് ഒരു ഗ്രൂപ്പിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിന്റെ ഒരു ആവറേജ് വാല്യൂവിൽ നിന്നും ഭയങ്കരമായിട്ട് ഡിഫർ ആയി നിൽക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഔട്ട്ലയർ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഔട്ട്ലയർ വാല്യൂസ് ഒരു കണക്കുകൂട്ടൽ, ഒരു ഫൈനാൻഷ്യൽ കണക്കുകൂട്ടലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ മീൻ എടുക്കുന്നതിന് 2 തരം മീൻ ഉപയോഗിക്കും. ട്രിംഡ് മീനും വിൻസറൈസ് മീൻ എന്ന് പറയുന്ന 2 മീനാണ് ഔട്ട്ലയറിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ട്രിംഡ് മീൻ എന്ന് വെച്ചാൽ ആ പേര് പറയുന്ന പോലെ തന്നെ ഔട്ട്ലയേഴ്സിനെ അങ്ങ് ട്രിം ചെയ്ത് കളയും. വിൻസറൈസ് മീൻ എന്ന് വെച്ചാൽ ഔട്ട്ലയേഴ്സിനെ ആ ഗ്രൂപ്പിലുള്ള ഒരു വാല്യൂ ആയിട്ട്, ആ ഒബ്സർവേഷനിലുള്ള വേറൊരു വാല്യൂ ആയിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യും. അതായത് ട്രിംഡ് മീനിൽ ഇപ്പം 10 ഒബ്സർവേഷൻ ആണ് ഒരു ഡേറ്റ സെറ്റിലുള്ളതെങ്കിൽ ട്രിം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ഒബ്സർവേഷൻസ്, ആ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എപ്പോഴും ലെസ് ദാൻ 10 ആയിരിക്കും. ഇത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മീൻ റെഡ്യൂസസ് ദി നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എപ്പോഴും ട്രിംഡ് മീൻ ആണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ റെഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഡേറ്റ സെറ്റ് ഉണ്ടെന്ന് വെച്ചിരിക്കുക. ആ ഡേറ്റ സെറ്റിനെ നമ്മൾ ഒന്നെങ്കിൽ ഇൻക്രീസിലോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ ഔട്ട്ലയേഴ്സ് ഓരോ സൈഡിലായിട്ട് തെളിഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ ഇതിപ്പം ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ സെറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതില് 0, 1, 2 എന്ന് പറയുന്നത് ഒരു ഔട്ട്ലയർ ആണ് when compared to the actual ഒരു ആവറേജ് വാല്യൂ. 13 തൊട്ട് 13, 14, 15, 16, 17 എപ്പോഴും ആ ഒരു ഒബ്സർവേഷൻ വാല്യൂസ് കിടക്കുന്നത്. പക്ഷേ 0%, അതേപോലെ ഇപ്പുറത്തറ്റത്തുള്ള 40%, 50%, 55% ഇതെല്ലാം ഒരു ഔട്ട്ലയേഴ്സ് ആണ്. ഇത് നമ്മുടെ ഇത് വെച്ച്, ഈ ഔട്ട്ലയേഴ്സ് ഉള്ള ഡേറ്റ സെറ്റ് വെച്ച് നമ്മൾ ഒരു കണക്ക് കൂട്ടൽ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ നടത്തിയാൽ ഭയങ്കരമായിട്ടും ഒരു സൈഡിലോട്ട് സ്ക്യൂ ചെയ്യും ആൻസേഴ്സ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിം മീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആസ് എ നെയിം സജസ്റ്റ്, ഈ ഔട്ട്ലയേഴ്സിനെ എല്ലാത്തിനെയും അതങ്ങ് വെട്ടിക്കളയും, അത് കൺസിഡർ ചെയ്യത്തേ ഇല്ല. അതേസമയം വിൻസറൈസ് മീനില് ഈ തൊട്ടടുത്തുള്ള ഈ 13.9 എന്ന് പറയുന്ന 13.9% ഇതിനെ അങ്ങ് റീപ്ലേസ് ചെയ്യും. അതായത് 13.9, 13.9, 13.9 വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യും. ഇപ്പുറത്തെ സൈഡില് ഈ 40, 50, 55നെ 17 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. 17%, 17%, 17%. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടിന്റെയും, ട്രിം മീനിന്റെയും വിൻസറൈസ് മീനിന്റെയും ആൻസറുകൾ പക്ഷേ സെയിം ആയിരിക്കും. ട്രിം ചെയ്ത് കളഞ്ഞാലും റീപ്ലേസ് ചെയ്താലും ഇതിന്റെ ആൻസറുകൾ സെയിം തന്നെ